അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാഹ് സൂറത്തിലെ ഞാനിപ്പം മേലിട്ടിട്ടുള്ള ഈ 60-ാമത്തെ ആയത്ത് അത് നമ്മൾ പരിശോധിച്ചാൽ അതിൽ നാം നിനക്ക് കാണിച്ചു തന്ന ആ ദർശനത്തെ, റുഹിയ എന്നുള്ള പദമാണ് ഈ ദർശനം എന്നുള്ളതിന് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം റുഹിയ എന്നുള്ള പദം സ്വപ്നം അല്ലെങ്കിൽ ദർശനം, ആത്മദർശനം, ഇവയ്ക്കൊക്കെ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ്. നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന കാര്യത്തെ സംബന്ധിച്ച് റുഇയ എന്നല്ല, റുഇയത്ത് എന്നാണ് അറബിയിൽ പറയാറ്. റുഇയ എന്നുള്ള പദമല്ല നേരിട്ട് കാണുന്നതിന് ഉപയോഗിക്കുക, റുഇയത്ത് എന്നുള്ളതാണ്. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ നാം നിനക്ക് കാണിച്ചു തന്ന ആ ദർശനത്തെ, ഇവിടെ ദർശനം എന്നുള്ളതിന് റുഹിയ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജനങ്ങൾക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ നാം ആക്കിയിട്ടില്ല. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ ഇസ്രാഹ് സൂറത്തിൽ പറയുന്നത്. ഇതൊന്നാമത്തെ പോയിന്റാണ്. തുടർന്ന് മിഅ്റാജിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്താണ് സൂറത്തുൻ നജ്മ്. സൂറത്തുൻ നജ്മിലെ 11-ാമത്തെ ആയത്ത്, ഹൃദയം കണ്ടതായ കാഴ്ച വ്യാജമല്ല, അതിൽ യാതൊരു ഉപയോഗവും സംഭവിച്ചിട്ടില്ല. ഇതാണ് യഥാർത്ഥ അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുക. അതായത് മിഅ്റാജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജഡികമായ കണ്ണുകളല്ല കാഴ്ചകൾ കണ്ടത്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം അഥവാ ഉൾക്കണ്ണുകൾ കൊണ്ടാണ് ആ അത്ഭുതങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദർശിച്ചത് എന്ന് പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന തുടർന്ന് ഉള്ള പോയിന്റുകളും കൂടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം അംഗീകരിക്കേണ്ട വിഷയങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഈ ദർശനങ്ങളൊന്നും നിരർത്ഥകങ്ങളായ ദർശനങ്ങളല്ല, ഇതെല്ലാം അർത്ഥഗർഭങ്ങളായിരിക്കുന്ന ദർശനങ്ങളാണെന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അതേ സൂറത്തിൽ തുടർന്ന് പറയുന്ന ആയത്ത്, തീർച്ചയായും അദ്ദേഹം, അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മറ്റൊരു ഘട്ടത്തിലും ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്ത്, അത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഈ ആയത്തിന് സ്വഹീഹ് മുസ്ലിമില് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കൊടുക്കുന്ന ഒരു തഫ്സീറുണ്ട്. അതിങ്ങനെയാണ്: നബി തിരുമേനി 2 തവണ തൻ്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ദർശിച്ചു എന്നുള്ള ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിൽ സിദ്റത്തുൽ മുൻതഹായുടെ അടുത്ത് വെച്ചുണ്ടായ ആ കാഴ്ചയെ സംബന്ധിച്ച് നമ്മുടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ കാഴ്ചകളൊന്നും ശാരീരികമല്ലെന്നും ആത്മീയ ദർശനങ്ങളാണെന്നും ഇതിൽ നിന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. കാരണം നമ്മൾ ഈ പറയുന്ന, അതായത് ഇതൊന്നും ജഡികമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നില്ല, ജഡികമായി ശാരീരികമായിട്ടുള്ള ഒരു ഇസ്രാ മിഅ്റാജ് ആയിരുന്നില്ല എന്നും ഇതൊരു ദർശനമായിരുന്നു എന്നുള്ളതിനും. കാരണം ഇത് ശത്രുക്കളുടെ മുമ്പിൽ ഇത് സംസാരിച്ചപ്പോൾ ശത്രുക്കൾ ചോദിക്കുന്ന ഒരു കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ സൂറത്തിൽ 93, അതായത് ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നീ ആകാശത്തിലോട്ട് കയറിപ്പോയി, നീ പറയുന്നത് സത്യവാനാണ്, നീ ഒരു സത്യവാനാണെന്നുണ്ടെങ്കിൽ നീ ആകാശത്തിലോട്ട് കയറിപ്പോയിട്ട് ഞങ്ങൾക്കൊരു ഗ്രന്ഥവുമായി വാ എന്ന് റസൂലുള്ളാഹിനോട് പറയുന്ന ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാം. ഇവിടെ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ ഇസ്രാഹ് സൂറത്തിലെ തന്നെ ആയത്താണത്. അതായത് ഇസ്രാഹ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നിശാപ്രയാണം. അപ്പം ഇസ്രാഹ് സൂറത്തിലെ തന്നെ ആയത്താണത്. അതായത് ഇത് മക്കാ മുശ്രിക്കീങ്ങളുടെ അവർ ചോദിക്കുകയാണ്, ഈ കയറിപ്പോയതായിട്ട് ഞങ്ങൾ വിശ്വസിക്കൂല, എങ്ങനെ, ഏതുവരെ നീ ആകാശത്തിലോട്ട് കയറിപ്പോകണം, എന്നിട്ട് അവിടുന്ന് ഒരു ഖുർആനായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമായിട്ട് വരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വർണത്തിന്റെ വീടുണ്ടാവണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി അത് അള്ളാഹ് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അള്ളാഹു പറയാണ് അവരോട്, എന്ത് പറയുക, എൻ്റെ നാഥൻ പരിശുദ്ധൻ, ഞാനൊരു മനുഷ്യ പ്രവാചകനല്ലാതെ മറ്റാരും, ഞാനൊരു മനുഷ്യനായ ദൂതൻ മാത്രമാണ് എന്നാണ് അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ആകാശ ആരോഹണം അഥവാ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇത് മനുഷ്യന്റെ കഴിവിന് അതീതമായിട്ടുള്ളതാണ് എന്ന്, അത് അള്ളാഹുവിന്റെ പരിശുദ്ധിക്ക് തന്നെ എതിരാണെന്നോ സ്പഷ്ടമായിട്ട് ഇവിടെ പറയാണ്. അതായത് മനുഷ്യന്റെ
കഴിവിന് അതീതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ജഡികമായിട്ടുള്ള വാന ആരോഹണം എന്നും അത് അള്ളാന്റെ പരിശുദ്ധിക്ക് തന്നെ എതിരാണെന്നും ഈ പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ നമുക്ക് മനസ്സിലാണ്. ഇനി നോക്കൂ, ഈ മിറാജ് ശാരീരികമായി നടന്നൊരു യാത്രയായിരുന്നുവെങ്കിലില്ലേ, ശത്രുക്കളുടെ ആ സംഗതി എടുത്തു പറയുമായിരുന്നു ശത്രുക്കളോട്. ഇത് ശാരീരികമായിട്ട് തന്നെ നടന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ശത്രുക്കളോട് ആ കാര്യം എടുത്തു പറയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് എടുത്ത് പറയല്ല ചെയ്തത്. അള്ളാന്റെ റസൂലിനെ ഞാനൊരു കേവലം മനുഷ്യ പ്രവാചകനാണെന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിപ്പം പരിശുദ്ധ ഖുർആന്റെ ഇസ്രാ സൂറത്തിലെയും അന്നജമിലെയും, കാരണം ഇത് രണ്ടുമാണ് ഇസ്രാവും മിറാജിനെയും സംബന്ധിച്ച് പറയുന്ന ആ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ. അപ്പൊ ഇതിന് നമ്മളുടേതായ ഒരു വീക്ഷണകോണ്, ഒരു നിഗമനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ജഡികമായ ദർശനമല്ല, ഇത് ആത്മീയ ദർശനം, ഹൃദയം കണ്ട കാഴ്ചയാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇസ്രാവും മിറാജ്, ഈ സംഭവത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകളുണ്ട്. ഏതിലെ? ഈ ബുഖാരിയിൽ ഹദീസുകളുണ്ട്. ഈ ഹദീസുകൾ കൂടെ നമ്മൾ നോക്കണമല്ലോ. പരിശുദ്ധ ഖുർആൻ നോക്കി ഇനി ഹദീസുകൾ നമ്മൾ നോക്കി. ഇസ്രാവും മിറാജും ആത്മീയ ദർശനങ്ങൾ തന്നെയാണ് എന്നുള്ള വസ്തുത ഈ പറയപ്പെടുന്ന ഹദീസുകളും വിവരിക്കുന്നുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കാനായിട്ട് മലക്കുകൾ വന്നു എന്ന് സ്വഹീഹ് ബുഖാരി പറയുന്ന ആ ഹദീസിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആ അവസരത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറം എന്ന പള്ളിയിൽ ഉറങ്ങുകയായിരുന്നു. ഇത് ബുഖാരിയിലെ ഒരു ഹദീസിൽ പറയുന്നതാണ്. ഇനി ബുഖാരിയിലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ സംഭവത്തെ സംബന്ധിച്ച് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്: ഞാൻ കഅബക്കടുത്തുള്ള ഒരു സ്ഥലത്ത്, അഥവാ മസ്ജിദ് ഹറമില്, ഉറക്കത്തിനും ജാഗ്രതക്കും മധ്യേയുള്ള അവസ്ഥയിലായിരുന്നപ്പോൾ. ഇതാണ് മലക്കുകൾ വന്ന ആ സമയത്ത് റസൂലുള്ള ഉറക്കത്തിനും ജാഗ്രതക്കും മധ്യേയുള്ള അവസ്ഥയിലായിരുന്നു എന്ന് ഒരു ഹദീസിൽ പറയുന്നു. മറ്റൊരു ഹദീസിൽ ഞാൻ മസ്ജിദുൽ ഹറമിൽ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ സ്വഹീഹ് ബുഖാരിയിൽ ഹദീസാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് പ്രവാചകന്മാർ അങ്ങനെയാണ്. കാരണം സ്വഹീഹ് ബുഖാരിയിലെ തന്നെ ഒരു ഹദീസ് പ്രകാരം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഇതിനെ സംബന്ധിച്ച് പറയുന്ന തന്നെ സ്വഹീഹ് ബുഖാരിയിലെ ഹദീസ്: ആ അവസരത്തിൽ തിരുമേനിയുടെ കണ്ണുറങ്ങുകയായിരുന്നുവെങ്കിലും ഹൃദയം ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പ്രവാചകന്മാർ അങ്ങനെയാണ്. അവരുടെ കണ്ണുകൾ ഉറങ്ങുന്നുണ്ടാകും, ഹൃദയങ്ങൾ ഉറങ്ങുകയില്ല. സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ് ഇതേ സംഭവത്തെ സംബന്ധിച്ച്. അപ്പൊ ഇത് ഒരു വലിയ ഹദീസാണ്, സുദീർഘമായ ഹദീസാണ്. അതിന്റെ ചില ഭാഗങ്ങളാണിത്. അപ്പം ഈ ഹദീസില് തന്നെയാണ് മിറാജ് സംഭവങ്ങൾ, ഇസ്രാ മിറാജ് സംഭവങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്ത് വെച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് വിട വാങ്ങി, മിറാജിന്റെ ഏറ്റവും അവസാനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി വിട വാങ്ങിയതായി പറഞ്ഞുകൊണ്ട് ഈ ഹദീസ്, സ്വഹീഹ് ബുഖാരിയിലെ ഈ ഹദീസ് ക്ലോസ് ചെയ്യുന്നത്, അതായത് ഇത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്നെഴുന്നേറ്റു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്നെഴുന്നേറ്റു. അപ്പോൾ തിരുമേനി മസ്ജിദുൽ ഹറാമിലായിരുന്നു. ഇങ്ങനെയാണ് ഈ ഹദീസ് ക്ലോസ് ആക്കുന്നത്, ഈ ഹദീസ് അവസാനിക്കുന്നത്. പിന്നീട് നോക്കൂ, തഫ്സീർ കശാഫ് എന്ന് പറഞ്ഞ തഫ്സീർ ഗ്രന്ഥത്തില് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ ഈ ഒരു കാര്യം അള്ളാഹുവിന്റെ പേരിൽ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്: അള്ളാഹുവിന്റെ പേരിൽ സത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം സ്ഥലത്തില്ലാതായിട്ടില്ല. തിരുമേനിയുടെ ആത്മാവാണ് കരയേറ്റപ്പെട്ടത്. അതായത് ഇസ്രാ മിറാജിന്റെ ആ സംഭവത്തെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം എങ്ങോട്ടും പോയിട്ടില്ലായിരുന്നു, ആത്മാവാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹദീസ്, ഈ ഒരു തഫ്സീറിനെ ചില നമ്മുടെ ആളുകൾ എതിർക്കാറുണ്ട്. ഇപ്പം ഇസ്രാ മിറാജ് ജഡികമായി തന്നെ നടന്നു എന്ന് പറയുന്ന രണ്ട് അഭിപ്രായക്കാരുണ്ട് ഇസ്ലാമിൽ, അറിയാലോ. ജഡികമായി നടന്നു എന്ന് പറയുന്നവരുണ്ട്, അതല്ല ഇതൊരു ആത്മീയ ദർശനമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. നമ്മളിത് ആത്മീയ ദർശനമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ സത്യപ്പെടുത്തുന്ന വാചകങ്ങൾ, നമ്മളതിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കതിനുള്ള തെളിവുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മുടെ എതിർഭാഗം, അതായത് ജഡികമായി നടന്നു എന്ന് പറയുന്നവർ, ഈ ഒരു കാര്യത്തെ അവർ എതിർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നടക്കുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ
റസൂലുള്ളാന്റെ പത്നി ആയിരുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്. പക്ഷെ എന്ന് കരുതി റസൂലുള്ളാന്റെ മുൻകാല, അതായത് ഇവരുടെ വിവാഹത്തിന് മുമ്പുള്ള കാര്യം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് പറയാനുള്ള അവകാശം ഇല്ലേ? ഈ ഹദീസിലും പറയും, അല്ലെങ്കിൽ ഈ ഒരു തഫ്സീർ ഗ്രന്ഥത്തില് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊന്നും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്ന എന്താ? അള്ളാഹുവിന്റെ പേരിൽ സത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശരീര സ്ഥലത്തില്ലാതായിട്ടില്ല, തിരുമേനിയുടെ ആത്മാവാണ് കരയേറ്റപ്പെട്ടത്, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അടുത്തുണ്ടേനി, ഞാൻ തൊട്ടടുത്തുണ്ടേനി എന്നൊന്നും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പിന്നീടായിരിക്കാം വിവാഹം കഴിച്ചത്. പക്ഷെ റസൂലുള്ള ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാന്റെ ഒരുപാട് ഇൽമ് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുള്ള മഹതിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഒരുപാട് തഫ്സീറുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഹദീസുകൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാന്റെ എല്ലാ കാര്യങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അറിയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെയാണ് റസൂലുള്ളാന്റെ ജീവിതം പരിശുദ്ധ ഖുർആനാണെന്നുള്ള. അപ്പം ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ സമയത്ത് ഇസ്രാ മിഅ്റാജിന്റെ സമയത്ത് റസൂലുള്ളാന്റെ ഭാര്യ ആയിരുന്നില്ല എന്ന് കരുതി ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ഇത് പറയാൻ അവകാശമില്ല, അർഹതയില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് യുക്തിയല്ല. കാരണം എന്താ, അവര് ഭാര്യാഭർത്താക്കന്മാരായി പിന്നീട് ജീവിച്ചവരാണ്. ഇപ്പം എൻ്റെ ഭാര്യക്ക് എൻ്റെ മുൻകാല ജീവിതത്തിലുള്ള പല കാര്യങ്ങളും അറിയാം. കാരണം എന്താ, ഞാൻ പറഞ്ഞു കൊടുത്തത്. അത് ആരാണ്? ഇവിടെ റസൂലിനെയാണ് പറഞ്ഞു കൊടുക്കുക. റസൂല പറയാണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പറയില്ല. പിന്നീട് അത് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ദീനിന്റെ കാര്യം അറിയില്ല എന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആന്റെയും റസൂലിന്റെ വചനങ്ങളെയും ഒക്കെ ഗ്രഹിക്കുന്നവരായിരുന്നു അവർക്ക് അറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ദുർറുൽ മൻസൂറിലെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് പറയുന്നത് അത് അള്ളാഹുവിൽ നിന്നുണ്ടായ സത്യമായ ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അസ്നുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പ്രസ്താവിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കശ്ശാഫ് എന്നുള്ള തന്നെ ഗ്രന്ഥത്തിലെ തഫ്സീർ കശ്ശാഫിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ട ഒരു ദർശനമായിരുന്നു അത് എന്നുള്ളതാണ്. അതുപോലെ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു തആല അൻഹു റഹ്മത്തുള്ളാഹി തആല അൻഹു, അതുപോലെ ഷാഹു വലിയുല്ലാഹി ദാലവി റഹ്മത്തുള്ളാഹി തആല അൻഹു മുതലായ പല മഹാന്മാരും ഇസ്രാ മിഅ്റാജ് സംഭവങ്ങളെ കുറിച്ച് ഇതേ പ്രകാരം തന്നെയാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത് അതൊരു കശ്ഫ് അല്ലെ ഇൽഹാം, അതൊരു ദർശനമായിരുന്നു, അതല്ലാതെ ജഡികമല്ല എന്നുള്ള നിലയിലാണ് ഇവരൊക്കെ മുൻകാല മഹാന്മാരിൽ പലരും ഇതിനെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, മുൻകാല പണ്ഡിതരുടെ അഭിപ്രായത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ്. ഇനി നമ്മൾ എന്താണ് ഇസ്രാഹ് മിഅ്റാജ്? ഇസ്രാഹ് മിഅ്റാജിന്റെ യാഥാർത്ഥ്യം, അതായത് ഇസ്രാഹ് മിഅ്റാജിൽ റസൂലിന്റെ ഒരുപാട് വലിയ ദിവ്യ ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ദർശനങ്ങളുടെ അർത്ഥതലങ്ങൾ എന്താണ്? അത് ഈ കാലഘട്ടത്തിലും പ്രസക്താണ്. അപ്പം ആ ഇസ്രാഹ് മിഅ്റാജിന്റെ സംഭവ വികാസങ്ങളിൽ നിന്ന് തന്നെ അതൊരു ദർശനം, ഒരു വലിയ ആത്മീയ ദർശനം, ഉന്നതമായ മുൻകാല പ്രവാചകന്മാരൊക്കെ കണ്ടതിൽ നിന്ന് ഏറ്റവും ഉന്നതമായ അള്ളാന്റെ റസൂലുള്ളാഹിക്കുണ്ടായ മഹത്തായ ഒരു ദർശനമാണ് എന്നുള്ളത് ബോധ്യപ്പെടും. അത് നമുക്ക് ഇസ്രാഹ് മിഅ്റാജിനെ സംബന്ധിച്ച് ഇനി നമുക്ക് അങ്ങോട്ട് വിവരിക്കാം. അതാണ് യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത്. ഇസ്രാഹ് മിഅ്റാജിന്റെ ആ ദർശനങ്ങളുടെ വ്യാഖ്യാനം, അർത്ഥതലങ്ങൾ, അതിന്റെ ഉൾക്കാഴ്ച, അത് എന്താണ് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞു തരുന്നത്, എന്താണ് റസൂലുള്ളാഹിക്ക് മനസ്സിലായത്, ഇത് നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം ജീവനുള്ളതായി മാറുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെയ്യും ഇത് ജഡികമായിരുന്നില്ല എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ഇനി പറയാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇസ്രാ മിഅ്റാജും തികച്ചും ആത്മീയ ദർശനങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടെ മുന്നോട്ട് സഞ്ചരിച്ച് ഈ ആത്മീയ ദർശനങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് ബുഖാരിയിലെയും സ്വഹീഹ് മുസ്ലിമിലെയും ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്കത് നമ്മുടെ യുക്തി കൊണ്ട്, നമ്മുടെ ഹിക്മത്ത് കൊണ്ട്, അള്ളാഹ് ഹക്കീമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹിന്റെ ആ സിഫത്തി ഗുണം കൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ അത് ജഡികമായിരുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. പക്ഷെ നമ്മളിതിങ്ങനെ പറയുമ്പോൾ, ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന ചില പോയിന്റുകളുണ്ട്. സ്വഹീഹ് ബുഖാരിയിലെയും സ്വഹീഹ് മുസ്ലിമിലെയും ആയത്തുകൾ എടുത്തിട്ട് നമ്മൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാൻ, നമ്മുടെ ബുദ്ധി കൊണ്ട്, അള്ളാഹു പറയുന്ന നിങ്ങൾക്ക് യുക്തിയും ബുദ്ധിയും ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ അതുപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില ആളുകള് ചോദിക്കാറുണ്ട്, എന്ത്, അള്ളാഹുവിന് എല്ലാത്തിനും കഴിവില്ലേ,
അവന് കുദ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിയാണ്, അള്ളാഹു സർവശക്തനാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. അള്ളാഹു താലാക്ക് മനുഷ്യരെ എല്ലാം ആകാശത്തില് കുടിയിരുത്താൻ കഴിയും എന്നുള്ളതില് അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വചനായിട്ടുള്ള പരിശുദ്ധ ഖുർആനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? പരിശുദ്ധ ഖുർആൻ നമുക്ക് എന്ത് പഠിപ്പിച്ചെന്നോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചെന്നോ അതിന് വിപരീതമായി നമ്മൾ ചിന്തിക്കുന്നത് തെറ്റല്ല. റസൂലുള്ളാഹിന്റെ വചനങ്ങളെയും പരിശുദ്ധ ഖുർആൻ അഥവാ അള്ളാഹിന്റെ വചനങ്ങളെയും നമ്മൾ മുൻനിർത്തി നോക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്പഷ്ടമായ ആത്മീയ ദർശനങ്ങളാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പം ഇത്തരം നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതുണ്ടല്ലോ, ഇപ്പൊ ഓൾറെഡി ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ആത്മീയ ദർശനാണെന്ന്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ സുന്നികളും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, സയനിസ്റ്റുകാരുണ്ട്, സോഷ്യലിസ്റ്റുകാരുണ്ട്. ലോകത്തുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും മേൽ ഇസ്ലാമിന്റെ വിജയം നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം സാഹിബിന് ചിലപ്പം ചിന്തിക്കാം ഇത് അള്ളാഹ്ക്ക് കഴിവില്ലേന്ന്. പക്ഷെ അള്ളാഹ് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളുണ്ട്, അതിന് വിരുദ്ധമായിട്ട് അള്ളാഹ് പ്രവർത്തിക്കൂല. അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിവുണ്ട്. പക്ഷെ അള്ളാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വചനം ഇറക്കിയിട്ടുണ്ട്, അതിന് വിരുദ്ധമായി അവൻ പ്രവർത്തിക്കൂല. അത് അവനക്ക് കഴിവില്ലേന്നിട്ടല്ല, അവന്റെ വാക്ക് പാലിക്കുന്നവനാണ്. അള്ളാഹിന്റെ സിഫത്താണത്. അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു നീതിമാനാണ്. അപ്പൊ അതിനൊന്നും വിരുദ്ധമായിട്ട് അള്ളാഹ് പ്രവർത്തിക്കൂല എന്നുള്ളതാണ്. അത് അവന് കഴിവില്ലേന്നിട്ടല്ല. അപ്പൊ നമ്മള് ഇസ്രാ മിഅ്റാജിന്റെ ദിവ്യ ദർശനങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ ദർശനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്വയം ബുഖാരിയും സ്വയം മുസ്ലിമും പരിശോധിച്ചിട്ട് നമുക്കിത് നമ്മുടെ ഹിക്മത്ത് ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ജഡികമല്ല, ഇത് ദിവ്യ ദർശനമായിരുന്നു, ഒരു വലിയ ഉന്നതമായ ദർശനമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് നമുക്ക് 1 by 1 ആയിട്ടൊന്ന് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. അതിൽ നോക്കൂ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് സ്വഹീഹ് ബുഖാരി സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ ഭാഗമാണ്. അതിങ്ങനെയാണ്: എൻ്റെ വീട്ടിന്റെ മേൽപ്പൂരക്ക് വിടവുണ്ടാക്കി അതിൽ കൂടി ജിബ്രീൽ ഇറങ്ങി വന്നു. എൻ്റെ വീട്ടിന്റെ മേൽപ്പൂരക്ക്, അതായത് വീടിന്റെ മച്ചുണ്ടാവുമല്ലോ, അതിന് വിടവുണ്ടാക്കി അതിൽ കൂടി ജിബ്രീൽ ഇറങ്ങി വന്നു. നമ്മൾ ഒന്ന് ചിന്തിക്കുക സാഹിബ്, ഇത് പ്രത്യക്ഷ സംഭവമായിരിക്കും എന്ന് സാഹിബിന് തോന്നുന്നുണ്ടോ? മലക്കുകൾക്ക് വീടിന്റെ ഓട് ഇളക്കിയിട്ട് അല്ലെങ്കിൽ വീടിന്റെ മച്ച് ഇളക്കി മാറ്റിയിട്ട് ഇറങ്ങി വരേണ്ട ഒരു ആവശ്യം മലക്കുകൾക്കുണ്ടോ? മലക്കുകൾ അങ്ങനെ വരുമോ? അല്ലെങ്കിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞിരുന്ന ആ വീടിന്റെ മച്ച് പൊളിഞ്ഞതായിട്ട്, മച്ച് ഇളകി വന്നതായിട്ട് എവിടെയെങ്കിലും റിപ്പോർട്ടുണ്ടോ? രാവിലെ എണീറ്റ് നിന്നപ്പോൾ സ്വഹാബാക്കൾ ആ മച്ച് ഇളകിയതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇതിലേറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല്, മലക്കുകൾക്ക് വീട്ടിനുള്ളിൽ ഇറങ്ങി വരാൻ അതിൻ്റെ മേൽപ്പൂര കുത്തിപ്പൊളിച്ച് വിടവുണ്ടാക്കേണ്ട ആവശ്യമില്ലെന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയും കൊണ്ട് അനവധി തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം വീട്ടിന്റെ മേൽപ്പൂര പിളർന്നുകൊണ്ടാണോ വന്നത്? അങ്ങനെ വരേണ്ട ആവശ്യം മലക്കുകൾക്കുണ്ടോ? ഇതൊന്നാമത്തെ ഒരു പോയിന്റാണ്. നമ്മൾ പറഞ്ഞല്ലോ, ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇത് പറഞ്ഞ് ഫുള്ള് കേട്ട് അവസാനം എത്തുമ്പോഴാണ് നമുക്ക് കാര്യം എത്രത്തോളം സ്ഫുടമാണ് എന്നുള്ളത് മനസ്സിലാവും. എന്തായിരുന്നു ഇസ്രാ മിഅ്റാജ് എന്തായിരുന്നു എന്ന് മനസ്സിലായി. ഇസ്രാ മിഅ്റാജ് ഒരു ഉന്നതമായ ദിവ്യ ദർശനാണ്. അത് ജഡികല്ല, ആത്മീയ ദർശനം. ആത്മീയ ദർശനത്തിന് പൊരുൾ നമുക്ക് പറയാം. അത് പറയണതിന് മുമ്പ് ആദ്യം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇത് ജഡികമായിട്ട് കണ്ടിട്ട്, ജഡികമായി കാണുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? അവർക്ക് ആത്മീയ ദർശനങ്ങളുടെ ആ പൊരുളില്ലേ, ഉൾപ്പൊരുള്, അതിന് ആ ആത്മീയ ദർശനത്തിന് വലിയ ഉൾപ്പൊരുളുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അത് ഇവർ സ്വീകരിക്കാണ്ട് ബാഹ്യമായിട്ട് എന്തോ ഒരു ബുറാക്ക് എന്നുള്ള വാഹനത്തിൽ കയറിപ്പോയിട്ട് ബാഹ്യമായി ഇതിനെ കണ്ടിട്ട് ഒരു അർത്ഥതലങ്ങളും ഇല്ലാത്ത രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് വെക്കുന്നുണ്ട്.
അപ്പോൾ അവരെ ആദ്യം നമുക്ക് തിരുത്തേണ്ടതുണ്ട്. അതിന് നമ്മുടെ യുക്തിപരമായി ബുദ്ധിപരമായി പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങൾ കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യണം. അതിനുള്ള പോയിന്റുകളാണ് ഇപ്പം പറയുന്നത്. അപ്പം ഒന്നാമത് ഈ ഹദീസ് ഇത് ഒരുപാട് പോയിന്റ് പറഞ്ഞു. അതിൽ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്ന ചില പോയിന്റുകൾ കൂടെയാണ്. അതായത് മലക്കുകൾക്ക് മേൽപ്പൂര എന്ത് കുത്തിപ്പൊളിച്ച് വരേണ്ട ആവശ്യമില്ല. അത് പക്ഷെ ദർശനത്തിലാകാം, ദിവ്യ ദർശനങ്ങളിൽ അത് കാണുക സംഭവ്യമാണ്. ഒരു ദർശനത്തിൽ ഇപ്രകാരം സംഭവിക്കുക എന്നുള്ളത് സംഭവ്യമായിട്ടുള്ള കാര്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളെ തൻ്റെ മേൽപ്പൂര അടർത്തിക്കൊണ്ട് അതിലൂടെ ഇറങ്ങി വരിക എന്നുള്ളത് ദർശനത്തിൽ സംഭവ്യമാണ്. ഇനി ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഇതേ ഇസ്രാ മിറാജിന്റെ ആ രാവിലെ നടന്ന അടുത്ത ഇതേ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യാണ്, മലക്കുകൾ നബി തിരുമേനിയുടെ നെഞ്ചിന്റെ മേൽഭാഗം മുതൽ പൊക്കിൽ വരെ കീറി പിളർന്നു ഉള്ളു തുറന്ന് ദുഷ്ടതകളെയെല്ലാം, ദുഷ്ടതകൾ പറഞ്ഞാൽ ചീത്ത കാര്യങ്ങളെയെല്ലാം നീക്കി, എന്നിട്ടോ സംസം വെള്ളം കൊണ്ട് കൈകി വൃത്തിയാക്കി, എന്നിട്ട് ഒരു സ്വർണ്ണ പാത്രത്തില് ഈമാനും ഹിക്കുമത്തും കൊണ്ടുവന്നു, അത് നെഞ്ചിനുള്ളിൽ നിറച്ചു അടച്ചു പൂർവ്വസ്ഥിതിയിലാക്കി. ഇത് ബുഖാരിയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. ഒന്ന് ചിന്തിക്കുക, ഇത് ജഡികമായിട്ട് സംഭവ്യമാണോ? ഒരു വലിയൊരു ഓപ്പറേഷൻ ആണ് അവിടെ നടക്കുന്നത്, ഒരു മേജർ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് അവിടെ നടക്കുന്നത് എങ്കിൽ അത് എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം? നബിയുടെ നെഞ്ചിനുള്ളിൽ നിന്ന് എടുത്തു മാറ്റിയ അള്ളാന്റെ നെഞ്ചിനുള്ളിൽ നിന്ന് ഐക്കുകൾ നീക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ, അപ്പൊ റസൂലുള്ളാന്റെ നെഞ്ചിനുള്ളിൽ നിന്ന് എടുത്തു മാറ്റിയ ആ ഐക്കുകൾ എന്തായിരുന്നു? അതുപോലെ ഈമാനും ഹിക്മത്തും പാത്രങ്ങളിൽ കൊണ്ടുവരുന്ന വസ്തുക്കളാണോ? ഇത് നേരിട്ട് ഇത് ഒറിജിനലായിട്ട് നടന്നു എന്ന് പറയുന്നവരോടാണ് കേട്ടോ നമ്മൾ ചോദിക്കുന്നത്. ഒറിജിനലായി നടന്നു എന്ന് പറയുന്നവരോടാണ് ചോദിക്കുന്നത്. ഇത് നടന്നിട്ടുണ്ട്, പക്ഷെ അത് എന്താണ്? അതൊരു ദർശനമായിരുന്നു, റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്ന ഒരു വിഷനായിരുന്നു, ഒരു കശ്ഫായിരുന്നു, ഒരു ഇൽഹാമിൽ, ഒരു ഉന്നത സ്ഥാനം, നുബൂവത്തിന്റെ ഒരു ഉന്നത സ്ഥാനമായിട്ടുള്ള ഒരു ദർശനമായിരുന്നു, ഒരു റുഹിയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതിലതൊക്കെ സംഭവ്യമാണ്. ഹിക്മത്തും ഈമാനൊക്കെ സ്വർണ്ണപാത്രത്തിൽ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞ ദർശനത്തിൽ സംഭവ്യമാണ്. ഇത് സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെ സ്വപ്നത്തിന് തന്നെ, സ്വപ്നം എന്ന് പറഞ്ഞാൽ നുബൂവത്തിന്റെ 40-ൽ ഒരു അംശം മാത്രമാണ് സ്വപ്നം എന്നുള്ളത്. ആ സ്വപ്നങ്ങളെല്ലാം ദിവ്യ സ്വപ്നങ്ങൾ, കശ്ഫുകൾ, ഇൽഹാമുകളൊക്കെ ഉണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിനും ജാഗ്രതാവസ്ഥക്കും ഇടയിലുള്ള ഒരു ഭാഗത്ത് തന്റെ ഹൃദയം കൊണ്ട് കണ്ടിട്ടുള്ള ഒരു ഉന്നതമായ ദർശനമാണ് അത്. അപ്പൊ അതിലത് സംഭവ്യമാണ്. അല്ലാണ്ട് ഇത് നേരിട്ട് ഒറിജിനൽ നടന്നതാണ് പലരും പറയാറുണ്ട്. അറിയാലോ, പൊതുവെ സുന്നി വിശ്വാസികൾ അങ്ങനെ പറയാറുണ്ട് നമ്മുടെ നാട്ടില്. അവരോട് നമ്മൾ ചോദിക്കാണ്, റസൂലുള്ളാഹിന്റെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്തു എന്ന് പറയുന്ന ഐക്കുകൾ എന്തായിരുന്നു? റസൂലുള്ളാഹിക്ക് ഓൾറെഡി ഇവര് തന്നെ ജഡികമായി നടന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? റസൂലുള്ളാഹി ആട് മേക്കുന്ന സമയത്ത്, ചെറിയ കുട്ടി ആയിരിക്കുന്ന സമയത്ത് മുല കുടിക്കാൻ വേണ്ടി മുല കൊടുക്കുന്ന ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച ആ ഒരു ഘട്ടത്തിൽ 4-ാം വയസ്സിൽ 5-ാം വയസ്സിലൊക്കെ റസൂലുള്ളാഹിക്ക് ഓൾറെഡി ഹൃദയം ശുദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ചരിത്രം കേട്ടിട്ടില്ലേ? അതും ജഡികമാണെന്ന് അവർ പറയുന്നത്. ആയിക്കോട്ടെ, എന്നിരുന്നാലും എന്നിട്ട് നുബൂവത്തിന് ശേഷം റസൂലുള്ളാഹി നബി ആയതിനു ശേഷമുള്ള സംഭവമാണ്. റസൂലുള്ളാഹിന്റെ ഹൃദയം കീറി മുറിച്ചിട്ട്, പൊക്കിൽ കൂടി മുതൽ കീറി മുറിച്ച് അതിൽ നിന്ന് ഐക്കുകൾ എടുത്ത് മാറ്റി, എന്നിട്ട് ഈമാനും ഹിക്മത്തും സ്വർണ്ണപാത്രത്തിൽ കൊണ്ടുവന്നു. സ്വർണ്ണപാത്രം ശരീഅത്തിൽ വിരോധിക്കപ്പെട്ട ഒരു കാര്യമല്ലേ? സ്വർണ്ണപാത്രം ഉപയോഗിക്കരുതെന്ന് ശരീഅത്തിൽ വിരോധിക്കപ്പെട്ട ഒരു കാര്യമല്ലേ? അതിൽ ഹിക്മത്തും ഈമാനും കൊണ്ടുവന്നു. അത് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ കൊണ്ടിട്ടു എന്നാ പറയുന്നത്. എന്ത് ഈമാനും ഹിക്മത്തും? അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈമാനും ഹിക്മത്തും റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ അപ്പൊ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആത്മീയ ദർശനങ്ങളിൽ ഇതെല്ലാം സംഭവ്യമാണ്. പിന്നെ നോക്കൂ, ഹദീസ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് മിഷ്കാത്തിൽ നിന്നാണ്. മിഷ്കാത്ത് ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മനസ്സിലാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലെ പള്ളിയിൽ പ്രവേശിച്ച് 2 റക്അത്ത് നമസ്കരിച്ചു. ആ നമസ്കാരത്തിൽ ഒരു കൂട്ടം പ്രവാചകന്മാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി നമസ്കരിക്കുകയുണ്ടായി. അവരിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നീ പ്രവാചകന്മാരുടെ പേരുകൾ
പ്രത്യേക എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചിന്തിക്കാം, മരിച്ചു പോയ പ്രവാചകന്മാർ എങ്ങനെ നമസ്കരിച്ചു? മരണശേഷവും നമസ്കാരമുണ്ടോ? എന്നാൽ ഇതെല്ലാം ആത്മീയ ദർശനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു കുഴപ്പമില്ല. ആത്മീയ ദർശനത്തിൽ ഇതൊക്കെ സാധ്യമാണ്. കാരണം പ്രവാചകന്മാര് റസൂല്ലാനെ പിൻപറ്റി നമസ്കരിക്കുന്നതിന്, റസൂല്ലാനെ ഇമാമാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ നമസ്കരിക്കുന്നതിന് ഒരു വലിയ അർത്ഥതലുണ്ട്. ആത്മീയ ദർശനത്തിൽ അത് സാധ്യമാണ്. ജഡികമാകുക എന്ന് പറഞ്ഞാൽ ശാരീരികമായി ജഡികമായി മരിച്ചു പോയ ഇവരൊക്കെ ബൈത്തുൽ മുഖദ്ദസിൽ വന്നു റസൂല്ലാനെ പിൻപറ്റി നമസ്കരിച്ചു എന്ന് പറയുന്നത് സംഭവമില്ല. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മൊത്തം നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ വായിക്കുന്ന അള്ളാന്റെ കുറേ നടപടിക്രമങ്ങൾ, അള്ളാന്റെ കുറേ നീതി നിയമങ്ങൾക്കുണ്ട്. അതിന് വിരുദ്ധമാണ്. മരിച്ചുപോയ ആത്മാക്കൾക്ക് നമസ്കാരമുണ്ടോ? പ്രവാചകന്മാർക്ക് നമസ്കാരമുണ്ടോ? മരിച്ചു പോയ ആൾക്കാർക്ക് അവർ നമസ്കരിക്കുവോ? ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹ് അതിനൊക്കെ കഴിവില്ലേ എന്നാണ് ചോദിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞു. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങൾക്കും വിരുദ്ധമായിട്ട്, നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അത് അള്ളാഹുവിന് കഴിവില്ലേന്നിട്ടല്ല. അള്ളാഹു ഹക്കീമാണ്, അള്ളാഹ് യുക്തിമാനാണ്, അള്ളാഹ് നീതിമാനാണ്. അള്ളാഹിന്റെ ഒരുപാട് സിഫത്തി ഗുണങ്ങളുണ്ട്. അതിന് വിരുദ്ധമായി അവൻ പ്രവർത്തിക്കൂല എന്നുള്ളതുകൊണ്ടാണ്. അത് അള്ളാഹ് തന്നെ പറഞ്ഞതാണ്. അള്ളാഹിന്റെ നടപടിക്രമത്തിന് വിരുദ്ധമായി ഞാനൊന്നും തന്നെ പ്രവർത്തിക്കൂല. അള്ളാഹ്ക്ക് ഒരു സുന്നത്തുണ്ട്, അല്ലാണ്ട് അള്ളാഹ്ക്ക് കഴിവില്ലേന്നിട്ടല്ല. കാരണം അതിന്റെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു അർത്ഥമില്ല. പക്ഷെ അത് ആത്മീയ ദർശനങ്ങളാവുമ്പോൾ അതിന് അർത്ഥതലങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ജെറുസലേമില് ഒരു പള്ളി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന ബൈത്തുൽ മുഖദ്ദസ് ഇല്ലേ, അത് ജെറുസലേമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ബൈത്തുൽ മുഖദ്ദസ്, ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മുതലായ ഇസ്രായേൽ പ്രവാചകന്മാരുടെ അനുഗ്രഹീത കേന്ദ്രമായിരുന്നു എന്നും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ ചേർന്ന് അവരുടെ പൂർവ്വകാല പ്രവാചകന്മാർ ചേർന്ന് നിർമ്മിച്ചതാണ് എന്നൊക്കെ നമുക്കറിയാം. അന്ന് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടായിരുന്നു, ഇവരുടെ കേന്ദ്രമായിരുന്ന ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ 2 തവണ ശത്രുക്കൾ അത് ആക്രമിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ചരിത്ര വസ്തുതയാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ 17-ാമത്തെ സൂറത്തിലെ 5 മുതൽ 8 വരെയുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ ഈ ആക്രമണങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ വിവരണം, ചുരുക്കത്തിലുള്ള ഒരു വിവരണം നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇതിന്റെ തകർച്ച ഉണ്ടായത് AD 71 അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 500 വർഷം മുമ്പ് അന്ന് റോമക്കാർ നടത്തിയ ഒരു ആക്രമണത്തിൽ ഇന്നത്തെ വിലാപമതിലുണ്ടല്ലോ, ഈ വിലാപമതില് എന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന ആ ചുമരൊഴിച്ച് ബാക്കിയുള്ള യഹൂദന്മാരുടെ എല്ലാ പള്ളികളും പുണ്യ സ്ഥാപനങ്ങളും തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അപ്പോ അത് മാത്രല്ല, ഖുർആനിലെ അൽ മസ്ജിദുൽ അഖ്സ എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് 17-ാമത്തെ സൂറത്തിലെ 2-ാമത്തെ ആയത്തിൽ പറയുന്ന അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ദൃശ്യമാക്കപ്പെട്ട ഒരു പരിശുദ്ധ ആത്മീയ കേന്ദ്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൃശ്യമാക്കപ്പെട്ട ഒരു ആത്മീയ കേന്ദ്രത്തെയാണ് പരിശുദ്ധ ഖുർആനിൽ അൽ മസ്ജിദുൽ അഖ്സ എന്ന് വിളിച്ചത്. ഇതൊരു ചരിത്ര വസ്തുതയാണ് കേട്ടോ. റസൂലുള്ളാഹിന്റെ കാലത്ത് അവിടെ ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസ് ഇല്ല. അത് തെളിവ് പറഞ്ഞുതരാം. ഹിജ്റ 16-ാം വർഷം ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് ജെറുസലേം മുസ്ലിങ്ങൾക്ക് അതീതമായത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ജെറുസലേം പട്ടണം മുസ്ലിങ്ങൾക്ക് കീഴിൽ വന്നത്. അന്ന് അവിടെ പള്ളി ഉണ്ടായിരുന്നില്ല. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം പിന്നീട് മുസ്ലിങ്ങളാണ് അവിടെ പള്ളി നിർമ്മിച്ചത്. ചുരുക്കത്തിൽ ഇന്ന് അവിടെയുള്ള മസ്ജിദുൽ അഖ്സ എന്ന പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമേനിയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇസ്രാഹ് നടന്നത് ബൈത്തുൽ മുഖദ്ദസിലോട്ടല്ലേ. അപ്പം അത് അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന 17-ാം സൂറത്തിലെ 2-ാമത്തെ ആയത്തിൽ പറയുന്ന ആ ഒരു പള്ളി യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനത്തിൽ കണ്ടിട്ടുള്ള ആത്മീയ കേന്ദ്രമാണ്.
അപ്പൊ ഈ ഒരു ദർശനത്തിന്റെ സാക്ഷാത്കാരത്തിനായി മുസ്ലിങ്ങൾ പിന്നീട് നിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന ബൈത്തുൽ മുഖദ്ദസ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ നിശാപ്രയാണത്തിൽ ജെറുസലേമിൽ ഒരു പള്ളി കണ്ടതും മറ്റു പ്രവാചകന്മാർക്ക് ഇമാമായി നമസ്കരിച്ചതുമെല്ലാം ആത്മീയ ദർശനത്തിലായിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാണ്. ഇനി അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സൊഹീഹ് ബുഖാരി സൊഹീഹ് മുസ്ലിമിൽ നിന്ന് മനസ്സിലാവുന്ന മറ്റൊരു ഹദീസ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഒന്നിച്ചിട്ട് ആകാശങ്ങൾ കയറി പോവുകയാണ്. ഓരോ ആകാശവുമായി അടുക്കുകയും അവിടെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവിടെയുള്ള പാറാവുകാരായ മലക്കുകൾ ആഗതൻ ആരാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ജിബ്രീലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആരെ കൂടെ ഉള്ളത് എന്ന് ചോദിച്ചു. മുഹമ്മദ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇത്ര പെട്ടെന്ന് വരികയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അതേ എന്നും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം, ഇങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഗേറ്റ് തുറന്ന് കൊടുത്തിട്ടുള്ളത് എന്ന് സൊഹീഹ് ബുഖാരി സൊഹീഹ് മുസ്ലിം എന്ന് നമുക്ക് മനസ്സിലാവും. ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാപഞ്ചികമായ ആകാശങ്ങൾക്ക് മേൽ ഇപ്പൊ ഈ മേലെ പറഞ്ഞിട്ടുള്ള രീതിയിൽ വാതിലുകളുണ്ടോ? അവിടെ എന്തിനാണ് കാവൽക്കാർ നിൽക്കുന്നത്? മലക്കുകൾക്ക് പ്രവേശിക്കുവാൻ വാതിൽ തുറന്നു കൊടുക്കണോ? ഇനി വാതിലിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ആരാണെന്ന് ഈ മലക്കുകൾക്ക് കാണാൻ സാധിക്കൂലേ? അങ്ങനെ കാണാൻ സാധിക്കാത്തവരാണോ മലക്കുകൾ? ഇതെന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ, ഇതൊക്കെ ജഡികമാണ് എന്ന് കരുതുന്ന ആളുകളോട് മാത്രമാണ് ചോദിക്കുന്നത്. അതല്ലാണ്ട് ഇത് ദർശനാണ് എന്ന് വിശ്വസിക്കുന്നവരോട് ഈ ചോദ്യങ്ങളൊന്നുമില്ല. കാരണം ദർശനത്തിൽ ഇതൊക്കെ സംഭവ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ദർശനത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവ്യമാകുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അത് ചിന്തിക്കാൻ വകയുള്ള കാര്യങ്ങളാണ്. അതല്ലാണ്ട് ഇത് ജഡികമായി നടന്നൊരു സംഭവമാകുമ്പോൾ, ശാരീരികമായി നടന്നൊരു കാര്യമാകുമ്പോൾ അത് എന്തല്ല, അത് അള്ളാന്റെ നടപടിക്രമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തൊരു പോയിന്റ് നോക്കൂ. ഈ 7 ആകാശങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി പോകുമ്പോൾ ഇവിടെ ഓരോ ആകാശങ്ങളിലായിക്കൊണ്ട് ടോട്ടൽ 8 പ്രവാചകന്മാരെ, അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇദ്രീസ് നബി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാറൂൻ നബി, യഹ്യ നബി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നീ പ്രവാചകന്മാരൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് സ്വാഗതം പറയുന്നുണ്ട്. അതുപോലെ യഹ്യ നബിയെയും ഈസാ നബിയെയും 2 ആകാശത്തിലാണ് കണ്ടത്. ഇതൊക്കെ ബുഖാരി മുസ്ലിം, സൊഹീഹ് ബുഖാരി സൊഹീഹ് മുസ്ലിമിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഈ മരിച്ചുപോയ ഈ മഹാത്മാക്കളുടെ ശരീരങ്ങൾ ആകാശത്തുണ്ടാവോ? ശരീരങ്ങൾ ആകാശത്തുണ്ടാവോ? ആത്മാക്കൾ ഓക്കെയാണ്, ആത്മാക്കളെ കാണാവുന്നതാണ്. ആത്മാക്കളെ കാണുന്നത് എങ്ങനെ? ദർശനത്തിലാണ്. അപ്പോൾ ആ മഹാത്മാക്കളുമായി, ആ ആത്മാക്കളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായി എങ്ങനെ കൂടിക്കാഴ്ച നടത്തി? ഇതൊരു ചോദ്യമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇവയൊക്കെ. ഇതില് ഒരു യുക്തിവാദിക്ക് ചോദിക്കാൻ പറ്റുന്നൊരു വകുപ്പ് എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചിട്ട് നമസ്കാരം നടന്നല്ലോ ഈ ഇസ്രായിന്റെ ടൈമിൽ. അപ്പം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിക്കൊണ്ട് ഈ കണ്ടിട്ടുള്ള ഈ ആകാശത്ത് റസൂലുള്ളാഹിനെ സ്വാഗതം ചെയ്തിട്ടുള്ള ഈ പ്രവാചകന്മാരൊക്കെ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജഡികമായി തന്നെ, ഒറിജിനലായിക്കൊണ്ട് തന്നെ, ജഡികമായിക്കൊണ്ട് തന്നെ നടന്നു എന്ന് വിശ്വസിക്കുന്നവരോടാണ് ചോദ്യം. വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അപ്പം ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നമസ്കാരം നടത്തിയപ്പോൾ ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ കൂടെ കയറി ഓരോ ആകാശത്തും ചെന്ന് വാതിലിന് മുട്ടി അനുമതി വാങ്ങിയിട്ടാണ് അങ്ങോട്ട് പ്രവേശിച്ചിട്ടുള്ളത്. നമ്മൾ മേലെ പറഞ്ഞു. അങ്ങനെ ഓരോ ആകാശത്ത് എത്തിയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് തൻ്റെ പിമ്പിൽ നിന്ന് നമസ്കരിച്ച പ്രവാചകന്മാരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതിന് മുമ്പ് തന്നെ അവർ അവിടെ ഉണ്ടായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഇത്ര വേഗത്തിൽ അവരെങ്ങനെയാണ് ആകാശത്തിലെത്തിയത്? ഇത് ജഡികമായിട്ടാണ് എന്ന് പറയുന്നവരോടാണ് ചോദ്യം. അവർക്ക് വഴികാട്ടിയുടെ സഹായമോ കാവൽക്കാരുടെ അനുമതിയോ ആവശ്യമുണ്ടായിരുന്നില്ലേ? അത് മാത്രല്ല, ആ കൂട്ടത്തിൽ ഈസാ നബിയും
ഉണ്ട് എന്നാണ് പറയുന്നത്. ഈസാ നബി മരിച്ചിട്ടില്ല, ജീവനോടുകൂടിയാണ് ആകാശത്തിൽ ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പൊ ഈ മരിച്ച പ്രവാചകന്മാരുടെ കൂടെയാണ് ഈസാ നബിയെയും കണ്ടിട്ടുള്ളത്. അപ്പം മറ്റ് 7 പ്രവാചകന്മാരെ കണ്ടതുപോലെ തന്നെയാണ് അദ്ദേഹത്തെയും കണ്ടത്. മറ്റു പ്രവാചകന്മാരുടെ ആത്മാക്കളെയാണ് കണ്ടതെങ്കിൽ ഈസാ നബിയെയും അപ്രകാരം തന്നെയാണ് കണ്ടിരുന്നത്. മറ്റുള്ള പ്രവാചകന്മാരുടെ ആത്മാക്കളെ കണ്ടപ്പം ഈസാ നബിന്റെ ശരീരത്തോടു കൂടി കണ്ടു എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇടയിൽ ഒരു മറയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യമാണ്. അതൊക്കെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്ക്, അള്ളാന്റെ സുന്നത്തിന്, അള്ളാന്റെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് എല്ലാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം, ഓ അള്ളാഹ്ക്ക് ഇതിനെല്ലാം കഴിവില്ലേ? അത് ഞാൻ മേലെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അള്ളാഹിന്റെ കഴിവുകള് അള്ളാഹിന്റെ നടപടിക്രമത്തിന് വിരുദ്ധാവൂല. അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണ്. പക്ഷെ അവൻ ഒരു സുന്നത്ത് വെച്ചിട്ടുണ്ട്, അവൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആ വാക്കിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഒന്നാമത്തെ ആകാശത്തിൽ കാണപ്പെട്ടിട്ടുള്ളത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പം സ്വഹീഹ് ബുഖാരിയുടെ റിപ്പോർട്ട് പ്രകാരം ഒന്നാം ആകാശത്ത് കാണപ്പെട്ട ആദം നബിയുടെ ഇടത്തും വലത്തും ഒട്ടനവധി മനുഷ്യാത്മാക്കൾ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം വലതുഭാഗം നോക്കുമ്പോൾ ചിരിക്കുകയും ഇടതുവശം തിരിയുമ്പോൾ കരയുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംഗതി അന്വേഷിച്ചു. വലതുവശം ഉള്ളവർ ആദം നബിയുടെ സ്വർഗാവകാശികളായ സന്തതികളാണെന്നും ഇടത്തുഭാഗത്തുള്ളവർ അദ്ദേഹത്തിന്റെ നരകാവകാശികളായ സന്തതികളാണെന്നും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു. സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ചോദിക്കട്ടെ, മനുഷ്യാത്മാക്കൾ എങ്ങനെ അവിടെ എത്തി? ആദമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞ ആദമിന്റെ സന്തതികളില് സ്വർഗനിവാസികളും നരകനിവാസികളും ആദമിന്റെ വലത്തും ഇടത്തുഭാഗത്തുമായിട്ട് ഒന്നാം ആകാശത്തിൽ നിലകൊണ്ടു എന്നുള്ളത് ഇതൊരു ദർശനമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യമില്ല. ദർശനമാണെങ്കിൽ മാത്രം അത് സംഭവ്യാവുള്ളൂ. ഇത് ദർശനമല്ല, ജഡികമായിരുന്നു എന്നുണ്ടെങ്കിൽ സംഭവ്യമല്ല എന്നുള്ളതാണ് നമുക്ക് പരിശുദ്ധ ഖുർആന്റെ തത്വങ്ങളനുസരിച്ച്, പരിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഹിക്മത്ത്. അതുപോലെ തന്നെ സ്വഹീഹ് ബുഖാരി സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, 6ാമത്തെ ആകാശത്ത് വെച്ചിട്ട് മൂസാ നബിയെ കണ്ടുമുട്ടി. അവിടെ നിന്നും മേൽപോട്ട് യാത്ര പുറപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊട്ടിക്കരഞ്ഞു. കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തനിക്ക് ശേഷം നിയോഗിച്ചയക്കപ്പെട്ട ഒരു നബിയുടെ ഉമ്മത്തിൽ നിന്ന് തൻ്റെ സമുദായത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പ്രവേശിക്കുന്നുവെന്നായിരുന്നു. 6ാം ആകാശത്ത് വെച്ച് മൂസാ നബിനെ കണ്ടു. അങ്ങനെ മൂസാ നബിയെ വിട്ടുകൊണ്ട് റസൂലുള്ള മുന്നോട്ട് പോകുമ്പോൾ മൂസാ നബി കരയാണ്, പൊട്ടിക്കരയാണ്. കാരണം എന്താ? എനിക്കു ശേഷം വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എൻ്റെ സമുദായത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളെക്കാളും കൂടുതൽ മുഹമ്മദിന്റെ സമുദായത്തിൽ നിന്ന് പ്രവേശിക്കല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. അല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ്, അസൂയാലുവാണോ? അസൂയാലുവാണ് എന്നാണോ? നമ്മൾ ഇത് ജഡികമാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഇത് ദർശനം ആണെങ്കിൽ ഓക്കെ, അതിനൊക്കെ വ്യക്തമായ അർത്ഥതലങ്ങളുണ്ട്. ദർശനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അർത്ഥതലങ്ങൾ എന്താണെന്നൊക്കെ വയ്യെ നമ്മൾ പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇത് ജഡികമാണെന്നുണ്ടെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൗദുബില്ല റസൂലുള്ളാഹിനോട് അസൂയ ഉണ്ട് എന്ന് പറയും. അങ്ങനെ അസൂയാലുവായിട്ടുള്ള ഒരു പ്രവാചകനാണോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതിൽ നിന്ന് നമ്മൾ സംഗ്രഹിച്ചെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും വിട്ട് സിദ്റത്തുൽ മുൻതഹ, അതായത് സിദ്റത്തുൽ മുൻതഹ അതിർത്തിയിലെ എലന്ത വൃക്ഷം എന്ന് മലയാളത്തിൽ നമുക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുന്ന സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിലേക്ക് കയറി ചെന്നു. അപ്പോൾ അതിൻ്റെ ഇലകൾ ആനച്ചെവികൾ പോലെയും അതിൻ്റെ പഴങ്ങൾ വലിയ ഭരണി പാത്രങ്ങൾ പോലെയുമായിരുന്നു കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ 4 നദികളും കണ്ടു. അവയിൽ 2 നദികൾ പ്രത്യക്ഷങ്ങളായിരുന്നു, 2 അന്തർവാഹിനികളും. അവ എന്താണെന്ന് ജിബ്രീലിനോട് അന്വേഷിച്ചു. അന്തർവാഹിനികൾ സ്വർഗത്തിലെ നദികളാണെന്നും ബാഹ്യവാഹിനികൾ, ബാഹ്യമായി കാണുന്ന ബാഹ്യവാഹിനികളിൽ നിന്ന് ഒന്ന് നൈൽ നദിയും മറ്റേത് ഫുറാത്ത് പറഞ്ഞാൽ യൂഫ്രട്ടീസ് നദി ഉണ്ടല്ലോ, അതും. നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയും ആണെന്ന് ജിബ്രീൽ മറുപടി നൽകി. ഇവിടെ
ഈ ഏഴാമാകാശത്തിനും അപ്പുറം സ്ഥിതി ചെയ്യുന്ന അത്ഭുതകരമായ ആ വൃക്ഷത്തിന്റെ ഗുണങ്ങൾ ഓൾറെഡി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ആനച്ചെവി പോലെയുള്ള ഭരണികൾ പോലെയുള്ള പഴങ്ങളുള്ള ഒരു വൃക്ഷം. ഇനി നമുക്ക് ഒന്ന് പ്രത്യേകം പറയാനുള്ള കാര്യം, അവിടെയുള്ള നദികളെ പറ്റിയും ചിന്തിക്കുക. നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയും ഈ ഭൂമിയിലുള്ള നദികളാണെന്ന വസ്തുത എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് സിദ്റത്തുൽ മുൻതഹയിൽ എത്തിയത്? ഇതൊരു ദർശനാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ഇതൊരു ദിവ്യ ദർശനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സംഭവ്യമാണ്, അതിനൊക്കെ അർത്ഥതലങ്ങളുണ്ട്. അതല്ല ഇത് ജഡികമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം എന്താണ്? ഇത് ജഡികല്ല, ഇത് അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുള്ള ഏറ്റവും ഉന്നതമായ ദിവ്യ ദർശനം റുഹ്യയായിരുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ദിവ്യ ദർശനത്തിന്റെ ആത്മീയമായ ജ്ഞാനം, അതിന്റെ ഉള്ളടക്കം, അതിന്റെ പൊരുൾ എന്തായിരുന്നു എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടില്ല. അത് വിശദീകരിക്കാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം ഇത് ജഡികമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന, ഒട്ടും ചിന്തിക്കാൻ കഴിവില്ലാത്ത ചില മുസ്ലിം നാമധാരികളോട് ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ സിദ്റത്തുൽ മുൻതഹായും കടന്ന് പോയി അതിനുശേഷം അള്ളാഹുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. ആ സംഗതിയും ഹദീസുകളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അത് മാത്രല്ല, ഇത് സംക്ഷിപ്തമായി ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ള കാഴ്ച. എന്നാൽ നാം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവുമായിട്ട് സംഭാഷണം നടത്തുന്നതിനായിട്ട് ഏഴാം ആകാശത്തിനും സിദ്റത്തുൽ മുൻതഹക്കും അപ്പുറം പോകേണ്ടതായ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. നബി തിരുമേനിയും മറ്റ് നബിമാരും ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹുവുമായി സംഭാഷണങ്ങൾ നടത്തിയിരുന്നില്ലേ എന്നുള്ളത് ചോദ്യമാണ്. അള്ളാഹുവിന് മേൽഭാഗത്തൊരു ഇരിപ്പിടം ഉണ്ടോ? ഏഴാം ആകാശത്തിനും അപ്പുറം ഒരു സിംഹാസനം അള്ളാഹുവിനുണ്ടോ? ഇതൊക്കെ ചോദ്യമാണ്. അവൻ അവിടെ പരിമിതനാണോ? അതായത് അവൻ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനാണോ? അള്ളാഹു സർവവ്യാപിയല്ലേ? ഇതൊക്കെയാണ് ചോദ്യം. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ, ഇതൊന്നും ഞങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരായത് കൊണ്ടുള്ള ചോദ്യമല്ല, അള്ളാഹുവിനെ പരിപൂർണമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ചോദ്യമാണ്. കാരണം ഖുർആൻ പറയുന്നത് നോക്കുക, അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകും. അതുപോലെ തന്നെ ബഖറയിൽ പറയാണ്, നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട്. അതുപോലെ സൂറത്ത് ഖാഫിൽ പറയാണ്, നാം മനുഷ്യനുമായി അവൻ്റെ ജീവനാഡിയേക്കാൾ അധികം അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു അള്ളാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ കാര്യം കൺക്ലൂഡ് ചെയ്യാം. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹുവുമായി കണ്ടുമുട്ടിയ ആ കാര്യം. അപ്പം നമ്മൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അള്ളാഹുവുമായിട്ട് കണ്ടുമുട്ടാൻ ഇങ്ങനെ ഒരു ജഡികമായ യാത്രയുടെ ആവശ്യമുണ്ടോ? ഇതൊരു ദർശനാണ്, ആത്മീയ ദർശനാണ്. ആത്മീയ ദർശനത്തിലൂടെ അള്ളാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ്. അത് അള്ളാഹുവിനെ നേരിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു. ആ നേരിട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള ദിവ്യ ദർശനങ്ങളെ, അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന ദിവ്യ ദർശനങ്ങൾ യഥാർത്ഥത്തിൽ അത് ജഡികമായി സംഭവിക്കുന്നതിനേക്കാൾ ഉന്നതമായ യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഇതിനൊക്കെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കും. ഈ സ്വർഗം മരണാനന്തരം സത്യവിശ്വാസികൾക്ക്, സുഹൃതവാന്മാരാക്കപ്പെട്ടവർക്ക് നൽകപ്പെടുന്ന സുഖാനുഭൂതിയുടെ പൂങ്കാവനമാണല്ലോ സ്വർഗം എന്ന് പറഞ്ഞാൽ. അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആരും തന്നെ പുറത്താക്കപ്പെടുകയില്ലെന്ന് ഖുർആന്റെ ആയത്താണ്. സൂറത്ത് ഹിജ്റിൽ പറയാണ്, അതിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആനിൽ ആയത്താണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വർഗത്തിലൊക്കെ കയറി കണ്ടതിന് ശേഷം വീണ്ടും ഭൂമിയിലോട്ട് വന്നു എന്നാണല്ലോ പറയുന്നത്, ജഡികമായി സംഭവിക്കുമ്പോൾ. അപ്പൊ അത് പരിശുദ്ധ ഖുർആന്റെ ആയത്തിന് വിരുദ്ധാണ്. മരണാനന്തരം
സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തില് മരിക്കുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രവേശിച്ചു? അങ്ങനെ പ്രവേശിക്കുകയാണെങ്കിൽ അത് പരിശുദ്ധ ഖുർആന്റെ ആയത്തിന് വിരുദ്ധമാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരിപ്പുള്ള ചില സ്വഹാബാക്കളെയും സ്വർഗത്തിൽ കാണുന്നുണ്ട്. ഇപ്പം ബിലാൽ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭത്തിൽ എവിടെ സ്വർഗത്തിൽ കാണുന്നുണ്ട്? സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഈ കാര്യം. അപ്പൊ ഇതൊരു ആത്മീയ ദർശനം ആണ് എന്നാണ് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നത്. ആത്മീയ ദർശനത്തിൽ ഇതൊക്കെ സംഭവ്യമാണ്. വരാൻ പോകുന്നത്, കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ ഓരോ കാര്യങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഉന്നതമായ ദിവ്യ ദർശനത്തിലൂടെ അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. പക്ഷെ ഇത് ജഡികമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ യുക്തി വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളായി തീരുന്നതാണ്. അത് മാത്രമല്ല, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദർശനത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് സ്വർഗനിരങ്ങൾ കണ്ടതായിട്ട് ഹദീസുകളിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ ദർശനാണ് എന്നുള്ളതിന് അടുത്തൊരു പോയിന്റാണിത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയപ്പെട്ടിട്ടുള്ള ഇസ്രാ മിഅ്റാജ് യാത്രയുടെ ആരംഭത്തിൽ തന്നെ ഒരു കിഴവിയെ കാണുകയുണ്ടായിട്ടുണ്ട്. അത് ദുനിയ അഥവാ ഇഹലോകമാണെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിഴവിയെ കണ്ടു യാത്രയുടെ ആരംഭത്തിൽ. ആ കിഴവി എന്ന് പറഞ്ഞാൽ ഇഹലോകം, ദുനിയാവാണെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇബ്നു ജരീർ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് പ്രത്യക്ഷ സംഭവമാണെങ്കിൽ, അതായത് ഇതൊരു ജഡികമായ പ്രത്യക്ഷ സംഭവമാണെങ്കിൽ കിഴവി എന്നുള്ളത് എങ്ങനെ ദുനിയാവായി? എന്നാൽ ഇത് സ്വപ്നത്തിൽ അഥവാ ദർശനത്തില്, ദിവ്യ ദർശനത്തിലാണെങ്കിൽ ഇത്തരം പ്രതീകാത്മക ദൃശ്യങ്ങൾ സംഭവ്യമാണ്. ഭൗതിക ദൃശ്യങ്ങൾക്ക് അർത്ഥവും വ്യാഖ്യാനവും ആവശ്യം ഇല്ല എന്നുള്ളതാണ് സത്യം. ഭൗതികമായ ദൃശ്യങ്ങളെ, അതായത് നമ്മളൊരു കിഴവിനെ കാണുകയാണ് ജഡികമായിട്ട്, ഭൗതികമായിട്ട്. അപ്പൊ അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം എന്താണ്? അതിനെന്തൊരു അർത്ഥമാണുള്ളത്? അതേസമയം ദർശനത്തില് ഒരു കിഴവിയെ കണ്ട ആ കിഴവിയെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവാണെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. പിന്നീട് നോക്കൂ, ദിവസേന 50 നേരത്തെ നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കി. ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര തിരിക്കുകയാണ്. വഴിമധ്യേ മൂസാ നബിയെ കണ്ടുമുട്ടി. എന്നിട്ട് ഈ വിവരം പറഞ്ഞു. ഇത് നബി തിരുമേനിയുടെ ഉമ്മത്തിന് താങ്ങാനാവാത്ത ഭാരമായിരിക്കുമെന്നും അതിനാൽ ആ വിധിയെ മാറ്റി 50 നേരത്തിൽ നിന്ന് ഇളവ് ചെയ്യിക്കാൻ അള്ളാഹുവിന്റെ അടുക്കൽ അപ്പീൽ ബോധിപ്പിക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുഭവം മുൻനിർത്തിക്കൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർബന്ധപൂർവം ഉപദേശിച്ചു. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അള്ളാഹുവിന്റെ അടുക്കൽ പോയി ഈ അപേക്ഷ ബോധിപ്പിച്ചതനുസരിച്ച് അത് 40 നേരമാക്കി ചുരുക്കി. എന്നാൽ മൂസാ നബിയുടെ ഉപദേശപ്രകാരം തന്നെ പിന്നെയും നബി തിരുമേനി അള്ളാഹുവിന്റെ അടുക്കൽ പോയി നമസ്കാര സമയങ്ങൾ കുറക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പല തവണ അള്ളാഹുവിന്റെയും മൂസാ നബിയുടെയും അടുക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയും കൊണ്ടിരിക്കുകയും ഒടുവിൽ നമസ്കാരം 5 നേരമാക്കി ചുരുക്കി കിട്ടുകയും ചെയ്തു. അതുതന്നെയോ അധികമാണെന്നും അതിൽ നിന്ന് കുറക്കാൻ ആവശ്യപ്പെടണമെന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെയും ഉപദേശിച്ചെങ്കിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസമ്മതിക്കുകയും ഇനിയും കുറക്കാൻ ആവശ്യപ്പെടുന്നതിന് താൻ ലജ്ജിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ആ 5 50 ആണെന്നും അതിൽ മാറ്റമില്ലെന്നോ അള്ളാഹു പ്രഖ്യാപിച്ചു. ഇത് സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ സംഗ്രഹമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, 24 മണിക്കൂറില് ഒരു ദിവസത്തിൽ 50 നേരം നമസ്കാരം അനുഷ്ഠിക്കുക എത്രയും പ്രയാസകരമായിരിക്കുമെന്ന് ചിന്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖുർആനിലെ ശരീഅത്ത് എടുത്ത് നോക്കിയാൽ ഒരുപാട് കർമ്മരംഗങ്ങൾ, അമലു സ്വാലിഹാത്ത്, അള്ളാഹുവിനോട് അള്ളാഹിന്റെ അടിമകളോടും ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാൻ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞിട്ടുണ്ട്, സാമൂഹിക സേവനങ്ങൾ. അപ്പൊ 24 മണിക്കൂറിൽ 50 നേരം നമസ്കാരം അനുഷ്ഠിക്കുക എത്രയും പ്രയാസകരമായിരിക്കും എന്ന് ചിന്തിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ലേ? ഇത് കിട്ടിയപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പീൽ ചെയ്യാമായിരുന്നല്ലോ. ഇനി എന്തിന്? അള്ളാഹ്ക്ക് അറിയൂലായിരുന്നു ഇത്? ഈ ഹിക്മത്ത് മൂസാ നബിക്ക് അറിയുന്ന ഈ തൊത്ത് അള്ളാഹ്ക്ക് അറിയില്ലായിരുന്നു?
അതായത് ഒന്നുകൂടെ ചോദിക്കുകയാണ്, മൂസാ നബിക്കുണ്ടായ ആലോചനകളൊന്നും അള്ളാഹുവിനുണ്ടായില്ല എന്നാണോ നഊദു ബില്ലാ പറയുന്നത്? ഇവയെല്ലാം പ്രത്യക്ഷ സംഭവങ്ങളായിരുന്നില്ലെന്നും ആത്മീയ ദിവ്യ ദർശനം മാത്രമായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ സംഭാഷണം. മൂസാ നബിയും റസൂലിനെയും തമ്മിലുള്ള ഈ സംഭാഷണങ്ങൾ, ഇതൊക്കെ ആത്മീയ ദർശനങ്ങളായിരുന്നു. കാരണം ഇതിൽ നിന്നൊക്കെ ഒരുപാട് വലിയ തത്വങ്ങൾ ഈ ഉമ്മത്തിന് വിവരിക്കപ്പെടാനുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ വിശദീകരിക്കാൻ ഇൻഷാ അല്ലാഹ്.